ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്കിത് ഡിന്നറിനും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാനിവിടെ വളരെ കുറച്ച് അളവ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി അളവിൽ എടുക്കുക. ഇതിപ്പോൾ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ്, നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്. ചെറുതിൻ്റെ പകുതി ആയാലും മതി. ഞാനിവിടെ എടുത്ത അളവിനാണെങ്കിൽ ഒരു പകുതി മതി. അപ്പം 2 ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള എടുക്കാം. മല്ലിയിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് അതെല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് താല്പര്യം ഇല്ലാത്തവർക്ക്, ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഉരുളക്കിഴങ്ങ് താല്പര്യം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. അതായത് ഗോതമ്പ് പൊടിയിൽ സവാളയും പച്ചമുളകും മല്ലിയിലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കുക. നമ്മുടെ സാധാരണ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസാക്കി എടുക്കണം. ഒരുപാടങ്ങ് തിക്കായി പോകരുത്, അതുപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ഇതുപോലുള്ള വിസ്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഇത് ഞാൻ 2 രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതും ടേസ്റ്റ് ഉണ്ട്, ഹെൽത്തിയാണ്. പക്ഷേ കുറച്ചും കൂടി നല്ല ടേസ്റ്റിൽ ഞാൻ രണ്ടാമത്തെ റെസിപ്പി ചെയ്തിരിക്കുന്നത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം, മുതിർന്നവർക്കും കുട്ടികൾക്കും ഇഷ്ടമുള്ള രീതിയിൽ. പിന്നെ ഇത് അല്പം ഒന്ന് വെന്തതിന് ശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഇത് തിരിച്ച് മറിച്ച് ഒരു 2-3 തവണയായിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. എങ്കിലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ വെറും ഗോതമ്പ് മാവ് കലക്കി ദോശ ചുട്ട് കഴിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റിലായിരിക്കും. ഇതുപോലെ പച്ചമുളകും കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം കേട്ടോ. ഇനി അടുത്ത് ബാക്കി ഉണ്ടായിരുന്ന മാവിൽ ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത് ബാക്കി ഇത്രയും ഇരുന്നതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒരു ദോശയ്ക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം തേങ്ങ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേറെ കറികളൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ രാവിലെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ്. അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ രണ്ടാമത്തെ രീതിയിൽ തയ്യാറാക്കിയതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട്, ഒട്ടും തന്നെ കറിയൊന്നും വേണ്ട. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും മറിച്ചും തിരിച്ചു വിട്ട് ഒരു 2-3 തവണയായിട്ട് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് മൊരിയിച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്